വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും. അത് വരുമ്പോഴല്ലേ വിസ്മയമാവുള്ളൂ. വന്നാൽ മതി, വരുമ്പോൾ കറക്റ്റായിട്ട് പറയും. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDF നിന്ന്. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ ചർച്ചകൾക്ക് താൽക്കാലിക വിരാമമിട്ട ചെയർമാൻ ജോസ് കെ മാണി നേരിട്ട് രംഗത്ത് വരികയും ഇടതു മുന്നണിയിൽ തന്നെ എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തുവെങ്കിലും അണികൾക്കിടയിൽ ആശയക്കുഴപ്പവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സസ്പെൻസും തുടരുകയാണ്. VD സതീശൻ ഇപ്പോൾ ഈ പറഞ്ഞ പ്രേക്ഷകർ കേട്ട ഈ വിസ്മയം എന്നുള്ള വാക്ക് അത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്കാണ് കേരള രാഷ്ട്രീയത്തിൽ ഇടം പിടിച്ചത്. കേരള രാഷ്ട്രീയത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ ഒരു വിസ്മയം സംഭവിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറപ്പിച്ച് പറയുന്നതാണ് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ ചൂടൻ ചർച്ചയാക്കി നിലനിർത്തുന്നത്. ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസിൽ, അതായത് മാണി ഗ്രൂപ്പിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ജോസ് കെ മാണി തന്നെ വെളിപ്പെടുത്തിയതും മറ്റൊരു കാരണമായി. LDFിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ആവർത്തിച്ച് കേരള കോൺഗ്രസ് എമ്മും UDF ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ ചേർത്തിപ്പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ആണെന്ന് ജോസ് കെ മാണിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും സീറ്റ് ലഭിച്ചില്ല എന്നും ജോസ് കെ മാണിയും പറഞ്ഞു. അതേസമയം മുന്നണി മാറ്റ വിഷയത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ഉണ്ടായില്ല. എന്താണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചത്? ഈ മധ്യ തിരുവിതാംകൂറിലടക്കം മലയോര മേഖലകളിലടക്കം കുടിയേറ്റ മേഖലകൾക്കടക്കം നിർണായക സ്വാധീന ശക്തിയുണ്ട് കേരള കോൺഗ്രസിന്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ജോസി ബാബു പറയും. ഇന്ന് കോട്ടയത്ത് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തോടെ കേരള കോൺഗ്രസിന്റെ മുന്നണിമാറ്റ ചർച്ചകൾക്ക് പൂർണ്ണ വിരാമമായി. LDFിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കുകയും ചെയ്തു. തങ്ങളെ ചവിട്ടിപ്പുറത്താക്കിയ UDFിനോടൊപ്പം എന്തിന് തങ്ങൾ പോകണമെന്നും ജോസ് കെ മാണി ചോദിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെ ചേർത്ത് പിടിച്ചത് CPM മുഖ്യമന്ത്രിയുമാണ്, LDF ആണ് ഒപ്പം നിർത്തിയത് എന്ന കാര്യവും ജോസ് കെ മാണി എടുത്തു പറയുകയുണ്ടായി. എന്തായാലും ഈ മുന്നണി മാറ്റ വിഷയവുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ നിന്നിരുന്ന അഭ്യൂഹങ്ങൾക്കൊക്കെയും ഇപ്പോൾ പൂർണ്ണ അവസാനമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. കാരണം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ജോസ് കെ മാണി പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് ഏവരും ഉറ്റുനോക്കിയിരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകുമെന്നും ചിലപ്പോൾ തീരുമാനം മാറ്റിയേക്കാമെന്നും അടക്കമുള്ള ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടർന്നും LDFിനൊപ്പം തങ്ങൾ അടിയുറച്ച് നിൽക്കുമെന്നുള്ള കാര്യം ജോസ് കെ മാണി വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലുകൾ ഉണ്ടായി. അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളും ചർച്ചയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നുള്ള കാര്യം ജോസ് കെ മാണി വ്യക്തമാക്കി. മിനിമം 13 സീറ്റിലെങ്കിലും മത്സരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട്, അത് തങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. കൂടാതെ അതിൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചാൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുവാൻ തയ്യാറാണെന്നുള്ള കാര്യവും അത് പ്രയോജനപ്പെടുത്തുമെന്നുള്ള കാര്യവും ജോസ് കെ മാണി വ്യക്തമാക്കുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വോട്ടുകൾ കുറഞ്ഞത് പക്ഷേ മുന്നണിയുടെ കെട്ടുറപ്പിനെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ജോസ് കെ മാണി പറയുകയും ചെയ്തു. അതേസമയം തന്നെ മലബാറിൽ നിന്നുള്ള ചില അംഗങ്ങൾ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ CPMന്റെ വോട്ട് മലബാർ മേഖലയിൽ പലർക്കും കിട്ടിയില്ല, വിജയിക്കുന്ന സ്ഥലങ്ങളിലൊന്നും സ്ഥാനാർത്ഥികളെ നൽകിയില്ല എന്നതടക്കമുള്ള പരാതികളും വിമർശനങ്ങളും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്നുള്ള കാര്യത്തിനും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. അതോടൊപ്പം തന്നെ വിവാദമായി നിന്നിരുന്ന മധ്യമേഖലാ ജാഥ, LDFിന്റെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനം നേരത്തെ ജോസ് കെ മാണി ഏറ്റെടുക്കില്ല എന്നുള്ളതടക്കമുള്ള വിവരങ്ങൾ ബന്ധപ്പെടുത്തിയായിരുന്നു മുന്നണി മാറ്റ ചർച്ചകൾ പുരോഗമിച്ചിരുന്നത്. എന്നാൽ അതൊക്കെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ LDFിന്റെ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ താനായിരിക്കുമെന്നുള്ള കാര്യവും ജോസ് കെ മാണി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിന്നിരുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിസമാപ്തി ആയതോടൊപ്പം MLA മാരും മന്ത്രി റോഷി അഗസ്റ്റിനും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തി. ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങൾ മുഴുവൻ ചില കേന്ദ്രങ്ങൾ പടച്ചുവിടുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ കാര്യത്തിൽ മുന്നണി ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ പാർട്ടി ഒറ്റക്കെട്ടായി ഒപ്പമുണ്ട് എന്ന് MLA മാരും വ്യക്തമാക്കി. കൂടാതെ സഭയുടെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള പ്രതികരണം എന്ന പേരിൽ പ്രമോദ് നാരായണൻ MLA ഒരു പ്രതികരണം വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ പ്രചരിച്ച പ്രസ്താവന തൻ്റേതല്ല എന്ന് പ്രമോദ് നാരായണൻ പറഞ്ഞു. സഭയുടെ കാര്യത്തിൽ താൻ പറഞ്ഞ പ്രതികരണം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യമാണ് പ്രമോദ് നാരായണൻ പറഞ്ഞത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇന്ന് ഗൗരവ
തരത്തിലുള്ള ചർച്ചകളൊന്നും മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായില്ല. കേരള കോൺഗ്രസ് LDF-ൽ ഉറച്ചു നിൽക്കുവാനുള്ള തീരുമാനമാണ് എടുത്തത്. അതേസമയം ഈ കേരള കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള തീരുമാനം CPM-ന് ആശ്വാസം പകരുന്നതാണ്. അതോടൊപ്പം LDF നേതൃത്വത്തിനും ആശ്വാസം പകരുന്നതാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും പാർട്ടിയുടെയും പൂർണ്ണ പിന്തുണ ചെയർമാൻ ഉറപ്പ് നൽകിയതും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കാണാനിടയായി. അതേസമയം തന്നെ ഇപ്പോഴും UDF കരുക്കൾ നിൽക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി സമയമുണ്ട്. പരമാവധി സമ്മർദ്ദം ചെലുത്തി കേരള കോൺഗ്രസിനെ മറുപാളയത്തിലെത്തിക്കാൻ, തങ്ങളുടെ പാളയത്തിലെത്തിക്കുവാൻ ഇപ്പോൾ UDF നീക്കങ്ങൾ ശക്തമാക്കുമെന്നുള്ള സൂചനയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുവാൻ കഴിയുന്നത്. അജി, ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ജോസി സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായക ശക്തി കേന്ദ്രങ്ങളിൽ ജോസ് കെ മാണി എവിടേക്ക് പോകുന്നു, ഏത് മുന്നണിക്കൊപ്പം നിൽക്കുന്നു, ഇത് കേരള കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് അത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് പോകും എന്നുള്ളതൊക്കെ തന്നെയും എല്ലാവരും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. കൃത്യമായി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ തന്നെയും ആണ് ജോസി ബാബു കോട്ടയത്ത് നിന്ന് നൽകിയത്.